ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് എന്ന ടോപ്പിക്കാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, ഒരു ഒപ്റ്റിമം മിക്സ് ഡിസൈഡ് ചെയ്യാണ്. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, മാക്സിമം എന്താണ് വാല്യൂ ഓഫ് ദി ഫേമും മിനിമം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ്. കറക്റ്റ് മീനിങ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് ഇസ് ദി പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഓപ്റ്റിമൽ മിക്സ് ഓഫ് ഡെപ്റ്റ്, ഇക്വിറ്റി ആൻഡ് അതർ ഫിനാൻസിങ് സോഴ്സസ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയുടെ വ്യത്യസ്തമായിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ഓപ്റ്റിമം മിക്സ് ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Uses to fund operations and growth while balancing cost of capital, financial risk, ownership control, flexibility, profitability. നമ്മൾ ഈ ഒരു ഫണ്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഗ്രോത്ത് ബാലൻസ് ചെയ്യുന്നതും എന്തിനൊക്കെ വേണ്ടിയാണ് അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കണം, ഫിനാൻഷ്യൽ റിസ്ക് കുറക്കണം, ഓണർഷിപ്പ് കൺട്രോൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം, ഫ്ലെക്സിബിലിറ്റി വേണം, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി വേണം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് അല്ലേ, ഒപ്റ്റിമം ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ തീരുമാനിക്കലാണെന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. മറ്റൊരു മീൻ നോക്കാം. എ വെൽ ഡിസൈൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഹെൽപ്പ് മാക്സിമൈസ് വാല്യൂ ആൻഡ് മിനിമൈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അത് ഹെൽപ്പ് ചെയ്യണം മാക്സിമൈസ് വാല്യൂ ഓഫ് ദി ഫേമും ആൻഡ് മിനിമൈസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് EBIT EPS അനാലിസിസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് EBIT EPS അനാലിസിസ്. EBITയുടെ എക്സ്പാൻഷൻ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. EPS ഏണിംഗ് പെർ ഷെയർ ആണ്. EPSൻ്റെ ഇക്വേഷൻ എന്താണ് അല്ലേ, ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. EBIT EPS analysis is an important technique used in capital structure planning to study the effect of different financing plan on the earning per share at various level of EBIT. വ്യത്യസ്ത EBITയുടെ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ EPSനെ ബാധിക്കുന്നത് എന്നതാണ് EBIT EPS അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് EPSനെ വ്യത്യസ്ത ലെവൽ ഓഫ് EBITയിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് EBIT EPS അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് എക്സാമിൻ എഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓൺ EPS വിത്ത് വേരിയിങ് ലെവൽ ഓഫ് EBIT അണ്ടർ ആൾട്ടർനേറ്റീവ് ഫിനാൻസ് പ്ലാൻ. വ്യത്യസ്ത ഫിനാൻഷ്യൽ പ്ലാനിൽ വ്യത്യസ്ത ലെവൽ ഓഫ് EBITയിൽ എങ്ങനെയാണ് അല്ലേ EPSനെ ബാധിക്കുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് ഓൺ EPS, അതായത് EPSനെ എങ്ങനെയാണ് വ്യത്യസ്ത ലെവൽ ഓഫ് EBIT ബാധിക്കുന്നത്, അതാണ് EBIT EPS അനാലിസിസിൽ പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ നമുക്ക് മനസ്സിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോർമാറ്റും പ്രോബ്ലംസും കൂടി നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോഴാണ് EBIT EPS അനാലിസിസ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അഡ്വാൻറ്റേജസ് ആണ്. EBIT EPS അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്സ് ഇൻ സെലക്ടിങ് ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്ക് ബെസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യാൻ EBIT EPS അനാലിസിസ് സഹായിക്കും. മെഷേഴ്സ് എഫക്റ്റ് ഓഫ് ഫിനാൻസിങ് പ്ലാൻ ഓൺ EPS. നമുക്കൊരു ഫിനാൻസിങ് പ്ലാൻ മെഷർ ചെയ്യാൻ, അതായത് EPSൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ EBIT EPS അനാലിസിസ് സഹായിക്കും. ഷോ ഇമ്പാക്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഏണിങ്. ഡെപ്റ്റ് എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഏണിങ്ങിനെ ബാധിക്കുന്നത് എന്ന് അറിയാൻ സഹായിക്കും. യൂസ്ഫുൾ ഫോർ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഫിനാൻസ് പരമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ EBIT EPS അനാലിസിസ് സഹായിക്കും.
അസിസ്റ്റ് ഇൻ മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ EBIT EPS അനാലിസിസ് സഹായിക്കും. കമ്പയർ ഡിഫറെൻറ്റ് ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്, ഏതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഹെൽപ്സ് ഡിറ്റർമൈൻ ഓപ്റ്റിമം ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, നമുക്കൊരു ഓപ്റ്റിമം, അതായത് ബെസ്റ്റായിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ EBIT EPS അനാലിസിസ് സഹായിക്കും. ഒപ്റ്റിമം ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കണം, മാക്സിമം വാല്യൂ ഓഫ് ദി ഫേമും മിനിമം ഓവറാൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് EBIT EPS അനാലിസിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. EBIT EPS അനാലിസുമായി ബന്ധപ്പെട്ട തിയറി ചോദിക്കുമ്പോഴും പ്രോബ്ലത്തിലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു ഫോർമാറ്റ്, അല്ലെങ്കിൽ ഇക്വേഷനായിട്ടും നമുക്കിതിനെ പറയാം. ഫസ്റ്റ് EBIT, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഇൻട്രസ്റ്റും ടാക്സും കുറക്കുന്നതിന് മുമ്പുള്ള ഏണിങ്സ്. അപ്പോൾ EBITയിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കുറക്കും, ഇൻട്രസ്റ്റ് കുറക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, EBIT കിട്ടും. അപ്പോൾ പോയി കഴിഞ്ഞാൽ EBIT ആയിരിക്കും. ദെൻ EBITയിൽ നിന്ന് ടാക്സ് കുറക്കും, ഈ ടീം കൂടിയും കുറക്കും. അപ്പോൾ എന്ത് കിട്ടും, ടാക്സും കൂടി കുറച്ചാൽ ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആദ്യം EBIT, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറക്കുക, അപ്പോൾ EBIT കിട്ടും. EBITയിൽ നിന്ന് ടാക്സ് കൊടുക്കുക, അപ്പോൾ എന്ത് കിട്ടും, ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഇനി EPS കണ്ടുപിടിക്കുക. EPS കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്, ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെക്സ്റ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. എ കമ്പനി ഈസ് കൺസിഡറിങ് എ ഫിനാൻസിങ് പ്ലാൻ. ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. നൽകിയുള്ള ഇൻഫർമേഷന് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് 20,000 ആണ്. ടാക്സ് റേറ്റ് 30% ആണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10,000 ആണ്. ഫസ്റ്റ് നമ്മൾ EBITയിൽ നിന്ന് എന്ത് കുറക്കും, ഇൻട്രസ്റ്റ് കുറക്കും, ദെൻ ടാക്സും കുറക്കും. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് ആദ്യം ഇൻട്രസ്റ്റ് കുറക്കും, പിന്നീട് ടാക്സും കുറക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു EBIT EPS അനാലിസിസ്. ഫസ്റ്റ് EBIT എത്രയാണ്, 1 ലക്ഷമാണ്. ആ 1 ലക്ഷത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് എത്രയാണ്, 20,000 ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എത്രയാണ്, 20,000 ആണ്. 1 ലക്ഷത്തിൽ നിന്ന് 20,000 കുറച്ച് കഴിഞ്ഞാൽ 80,000 കിട്ടും. EBIT, ഏണിംഗ് ബിഫോർ ടാക്സ് 80,000 ലഭിക്കും. ദെൻ ടാക്സ് കൊടുക്കുക. ടാക്സ് എത്രയാണ്, ഇവിടെ ടാക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 30%. അപ്പോൾ 30% കിട്ടും, 24,000 ലഭിക്കും. അപ്പോൾ EBITയിൽ നിന്ന് ടാക്സ് 24,000 കുറച്ച് കഴിഞ്ഞാൽ ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. എത്രയാണ്, 56,000 ആണ്. ഇനി നമ്മൾ EPS കാണാം. ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 56,000 ഡിവൈഡ് ബൈ 10,000 ഈസ് ഈക്വൽ ടു 5.60 എന്ന് കിട്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കുക EBIT EPS അനാലിസിസ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ROI ആൻഡ് ROE അനാലിസിസ്. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ആണെന്ത്, ROI. ROE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. ഇക്വിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ആണെന്ത്, ROE. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ROI ആണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് മീനിങ് കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI ഈസ് എ ഫിനാൻഷ്യൽ മെട്രിക്സ്. അതെന്താണ്, ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി എഫിഷ്യൻസി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം റിട്ടേൺ ലഭിക്കും എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ആണിത് ROI. അപ്പോൾ നമ്മൾ നമ്മളുടെ പണം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ ലഭിക്കും, അതിന് നമ്മൾ പറയുന്ന പേരാണിത്
ROI. ROI കാണാനുള്ള ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ഒരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ, ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 10,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 2,000 ആണ്. അവിടെ ആൻസർ എന്തായിരിക്കും? 2,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 20% എന്ന് കിട്ടും. അപ്പോൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ROIയും ROEയും. വളരെ പ്രധാനപ്പെട്ട ഏരിയയും കൂടിയാണ്. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. നെക്സ്റ്റ് ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ROE ഈസ് എ ഫിനാൻഷ്യൽ റേഷ്യോ ദാറ്റ് ഷോ ഹൗ effectively a company using shareholders equity to generate profit. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്? അതാണത് ROE. എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് ഇക്വിറ്റി ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്? ROE കാണാനുള്ള ഇക്വേഷനാണ് നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. കൃത്യമായിട്ട് ഇക്വേഷൻ പഠിക്കുക. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. ദെൻ ഒരു ചോദ്യം നോക്കാം. ഇവിടെ നെറ്റ് ഇൻകം അല്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണിത് നെറ്റ് ഇൻകം. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആസറ്റിൽ നിന്ന് ടോട്ടൽ ലാബിലിറ്റി കുറച്ചതാണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ആസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്. ഒരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് ഇൻകം എത്രയാണ്? 50,000 ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയോ 2 ലക്ഷമാണ്. അപ്പോൾ ROE കാണുക 50,000 ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 25% എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ 2 ടോപ്പിക്കാണത്. ഒന്ന് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ ലഭിക്കുന്ന റിട്ടേൺ ആണിത് ROI. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണിത് ROE. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് EBIT EPS അനാലിസിസ് പറഞ്ഞു. അതിനുശേഷം ROEയും ROEയും പറഞ്ഞു. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.